മുക്കത്തെ സ്വകാര്യ ഹോട്ടലിലെ ജീവനക്കാരി കെട്ടിടത്തിൽ നിന്നും ചാടിയ സംഭവത്തിൽ പ്രതികരണവുമായി യുവതിയുടെ ബന്ധു 3 പേർ ചേർന്ന് താമസ സ്ഥലത്ത് അതിക്രമിച്ച് കയറി ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും പ്രാണരക്ഷാർത്ഥമാണ് കെട്ടിടത്തിൽ നിന്ന് ചാടിയതെന്നും ബന്ധു പറഞ്ഞു. 3 മാസമായി യുവതി ജോലിക്ക് കയറിയിട്ടു. ഓട്ടോ ഉടമ ദേവദാസ് പെൺകുട്ടിയുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ ആദ്യം ശ്രമിച്ചതായും പിന്നാലെ പ്രലോഭനത്തിന് ശ്രമിച്ചതായും വളരെ മോശം രീതിയിൽ സന്ദേശങ്ങൾ അയച്ചിരുന്നതായും ബന്ധു പറയുന്നു. പ്രതികളെ പിടിക്കാൻ വൈകുന്നതിൽ സംശയമുണ്ടെന്നും പെൺകുട്ടിയുടെ നട്ടലിനും ഇടുപ്പിനും പരിക്കുണ്ടെന്നും ബന്ധു അറിയിച്ചു. കുട്ടി പറഞ്ഞ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ശനിയാഴ്ച രാത്രി ഒരു 11 മണിയോട് കൂടിയിട്ടാണ് ഈ ഇൻസിഡന്റ് നടന്നിട്ടുള്ളത്. അതിന് മുന്നേ 8:45 കൂടിയിട്ട് കുട്ടി വീട്ടിലേക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് സംശയപ്പെടുന്നതായിട്ടുള്ള യാതൊരു സൂചന ഉണ്ടായിരുന്നില്ല. ഹാപ്പി ആയിരുന്നു അവള്. അതിനുശേഷം ഒരു 11 മണിയോട് ഇൻസിഡന്റ് നടന്നത്. പക്ഷെ നമ്മളിത് അറിയുന്നത് രാവിലെ ഒരു 3:15 കൂടിയിട്ടാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മൾ അവിടെ നാട്ടിൽ നിന്ന് കൂടി തിരിച്ചു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വിശദമായിട്ട് കുട്ടി നമ്മൾ സംസാരിച്ചു. അവൾ സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. പക്ഷെ ബോഡിയൊക്കെ ഇഞ്ചോർഡ് ആയിരുന്നു. മീൻസ് ഒരു എല്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പൈൻ നെട്ടലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ യൂറിൻ ട്യൂബൊക്കെ ഇട്ടില്ല ആ അവസ്ഥയിലായിരുന്നു അവിടെ കിടക്കുന്നത്. പക്ഷെ അവൾ നന്നായി സംസാരിച്ചു. അതേസമയത്ത് അവള് തന്നെ ഒരുപാട് തെളിവുകൾ നമ്മൾ തിരയും ചെയ്തു. അതിന് നമ്മൾ മുക്കം പോലീസിൽ അതിനുശേഷം മുക്കം പോലീസ് വന്നു. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം മൊഴിയെടുത്തതിന് ശേഷം പോയി. ഇന്നലെ മൊഴിയെടുത്തു. ഇപ്പം ഏകദേശം ഒരു 40 മണിക്കൂറോളം കഴിഞ്ഞു. പക്ഷെ ഇതുവരെയും 3 പ്രതികളെയും കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല.